നമുക്ക് കാണാൻ കഴിയും കപ്പൽ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അത് ശ്രീലങ്കയെ ചുറ്റി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ വരുന്നുണ്ട് മാർക്ക് 48 ഓസ്ലോ വരുന്നുണ്ട്. അവിടെ ഇവിടെ അപകടമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആ കപ്പൽ അല്പസമയത്തിനകം തന്നെ താണു പോകുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ കപ്പൽ കൊളംബോയെ ചുറ്റി വരികയാണ്. ഇത്രയും കിലോമീറ്റർ അകലത്തേക്കാണ് ഈ ശ്രീലങ്കയിൽ നിന്ന് ഏതാണ്ട് 76 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്കാണ് ഈ കപ്പൽ എത്തിയത്. അവിടെ നിന്നാണ് മാർക്ക് 48 ടോർപിഡോ എന്ന് പറയുന്ന മിസൈൽ അവിടേക്ക് എത്തുകയും ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. വേണമെങ്കിൽ ഇത്രയും വിശദമായ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒന്നുകൂടി അത് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കപ്പൽ പുറപ്പെടുന്ന കാഴ്ച, വിശാഖപട്ടണത്ത് നിന്ന് കപ്പൽ പുറപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊളംബോയെ ചുറ്റി എത്തുന്നു. അവിടെ നിന്ന് ആക്രമണകാരി പുറപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു കൂട്ടേരി ഉണ്ടാവുകയാണ്. തുറന്ന വലിയ സ്ഫോടനം ഉണ്ടാവുകയാണ്. ഇങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഐറിസ് ഡേന എന്ന കപ്പലിന്റെ അപകടമാണ് നമ്മളിപ്പോൾ ഇത്രയും വിപുലമായ സംവിധാനത്തോടു കൂടി കണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ അപകടം സംഭവിക്കുകയും എത്രയോ അധികം ജീവനുകൾ, ഇപ്പോഴും 10-60 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത്രയും ആളുകൾ മരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്.